നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ഇപ്പോൾ ഒരേ ഒരു കാര്യത്തിനാണ് കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 24ാം ഗഡു. കഴിഞ്ഞ ഗഡു ലഭിച്ചവരും ചില കാരണങ്ങളാൽ പണം ലഭിക്കാത്തവരും പുതുതായി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അടുത്ത 2000 രൂപ എപ്പോൾ ലഭിക്കും? അതിലും പ്രധാനമായി ഇത്തവണ പണം തടസ്സമില്ലാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ PM കിസാൻ പദ്ധതിയുടെ നിലവിലെ സ്ഥിതി, ഗുണഭോക്താക്കൾ നിർബന്ധമായും പൂർത്തിയാക്കേണ്ട നടപടികൾ, ഗഡു വൈകാനിടയാക്കുന്ന പ്രധാന കാരണങ്ങൾ, ആരൊക്കെയാണ് ഈ പദ്ധതിക്ക് അർഹരല്ലാത്തത്, സ്വന്തം സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം, ഒടുവിൽ അതുപോലെ തന്നെ 24ാം ഗഡുവിനെ കുറിച്ച് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ എന്നിവ വിശദമായി നമ്മൾക്ക് പരിശോധിക്കാം. 2019 ഫെബ്രുവരിയിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ചെറുകിടയും നാമമാത്രവുമായ കർഷകർക്ക് കൃഷി ചെലവുകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി പ്രകാരം അർഹരായ ഓരോ കർഷക കുടുംബത്തിനും വർഷത്തിൽ ആകെ 6000 രൂപ ലഭിക്കും. ഈ തുക 3 ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. ഓരോ ഗഡുവിലും 2000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT സംവിധാനത്തിലൂടെയാണ്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയാണ് എത്തിക്കുന്നത്. കഴിഞ്ഞ ഗഡുവായ 23ാമത്തെ ഇൻസ്റ്റാൾമെന്റിലൂടെ രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ ആയിരക്കണക്കിന് കോടി രൂപ കൈമാറി. പലർക്കും തുക കൃത്യമായി ലഭിച്ചെങ്കിലും ചിലർക്ക് പലവിധ കാരണങ്ങളാൽ ഗഡു ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ ഗുണഭോക്താവും സ്വന്തം വിവരങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണം. PM കിസാൻ പദ്ധതിയിൽ ഈ KYC വെറും ഒരു ഔപചാരിക നടപടിയല്ല, യഥാർത്ഥ ഗുണഭോക്താക്കളെ തിരിച്ചറിയാനും തുക ശരിയായ അക്കൗണ്ടിലേക്ക് എത്തിക്കാനുമുള്ള നിബന്ധന നടപടിയാണ് ഇത്. ഈ KYC പൂർത്തിയാക്കാത്തവരുടെ അടുത്ത ഗഡു വൈകാൻ, അതായത് തടസ്സപ്പെടാൻ പോലും സാധ്യതയുണ്ട്. ഈ KYC ചെയ്യാൻ 3 മാർഗങ്ങളുണ്ട്. PM കിസാൻ പോർട്ടൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി OTP ഉപയോഗിച്ച് ചെയ്യാം. സമീപത്തെ CSC സെന്റർ, അക്ഷയ കേന്ദ്രങ്ങൾ ബയോമെട്രിക് ഉപയോഗിച്ചും പൂർത്തിയാക്കാം. ചിലർക്കായി PM കിസാൻ മൊബൈൽ ആപ്പിലൂടെ ഫേസ് ഓതന്റിക്കേഷൻ സംവിധാനം ലഭ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് നടപടിക്രമം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം ഫാർമർ ID ആണ്. പല സംസ്ഥാനങ്ങളിലും കർഷകന്റെ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനമായ ഫാർമർ IDക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഭൂമിയുടെ വിവരങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട രേഖകൾ, മറ്റ് സർക്കാർ സേവനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കാനുള്ള സംവിധാനമായാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. ഫാർമർ ID നിർബന്ധമാണ്. അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്നത് ബന്ധപ്പെട്ട കാർഷിക വകുപ്പ് അല്ലെങ്കിൽ പ്രാദേശിക അധികാരികളോട് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഇതിൽ തടസ്സമായി വരാൻ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോഴും സജീവമാണോ, ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ, ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ, IFSC കോഡ് മാറിയിട്ടുണ്ടോ, അക്കൗണ്ടിൽ പേര്, ആധാർ വിവരങ്ങൾ എന്നിവയിൽ പൊരുത്തക്കേടുണ്ടോ, ഇത്തരം ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ പോലും DBT പേയ്മെന്റ് പരാജയപ്പെടാൻ കാരണമാകും. അതിനാൽ ബാങ്ക് ശാഖ സന്ദർശിച്ച് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കുന്നത് ഗുണകരമാണ്. ഇനി ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളാണ്. ഭൂമി രേഖകളിൽ തെറ്റായ വിവരങ്ങൾ, പേരിലെ വ്യത്യാസം, മ്യൂട്ടേഷൻ, പൂർത്തിയാക്കാത്തത്, തീർപ്പാക്കാത്ത ഭൂമി തർക്കങ്ങൾ എന്നിവ ചില സാഹചര്യങ്ങൾ പരിശോധനയെ ബാധിക്കാം. നിങ്ങളുടെ രേഖകളിൽ സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട റവന്യൂ ഓഫീസിലോ കാർഷിക ഓഫീസിലോ അന്വേഷിച്ച് ആവശ്യമായ തിരുത്തലുകൾ നടത്തുക. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ഗുണഭോക്തൃ പട്ടികയിൽ നിങ്ങളുടെ പേര് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത്. ഇത് പരിശോധിക്കുന്നത് വളരെ എളുപ്പമാണ്. PM കിസാൻ പോർട്ടലിലെ ഫാർമേഴ്സ് കോർണർ എന്ന വിഭാഗം തിരഞ്ഞെടുത്ത് ബെനിഫിഷ്യറി ലിസ്റ്റ് അല്ലെങ്കിൽ അനുബന്ധ സേവനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സംസ്ഥാനം, ജില്ല, ബ്ലോക്ക്, ഗ്രാമം എന്നിവ തിരഞ്ഞെടുക്കുമ്പോൾ ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് സേവനം ഉപയോഗിച്ച് അപേക്ഷയുടെ നിലവിലെ സ്ഥിതിയും പരിശോധിക്കാം. ഇനി പദ്ധതിക്ക് അർഹതയില്ലാത്ത ചില കാരണങ്ങളുണ്ട്. പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആദായ നികുതി അടയ്ക്കുന്ന ചില വിഭാഗങ്ങൾ, അതുപോലെ ചില സർക്കാർ ജീവനക്കാർ, ഭരണഘടനാപരമായ ചില പദവികൾ വഹിക്കുന്നവരോ വഹിച്ചിരുന്നവരോ, ചില ഉയർന്ന വരുമാന വിഭാഗക്കാർ, ഡോക്ടർ, എഞ്ചിനീയർ, അഭിഭാഷകർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് തുടങ്ങിയ പ്രൊഫഷണൽ വിഭാഗങ്ങളിലെ ചിലർ,
കൂടാതെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന മറ്റ് അയോഗ്യതാ വിഭാഗങ്ങൾ എന്നിവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കണമെന്നില്ല. നിങ്ങളുടെ അർഹതയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുക. ഇപ്പോൾ പലർക്കും സംഭവിക്കുന്ന ചില സാധാരണ പിഴവുകൾ: ആധാറിലെ പേര് ബാങ്കുമായി പൊരുത്തപ്പെടാത്തത്, ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമായത്, KYC പൂർത്തിയാക്കാത്തത്, ബാങ്ക് KYC പൂർത്തിയാക്കാത്തത്, അതുപോലെ രേഖകളിൽ അക്ഷരത്തെറ്റ്, ആധാർ ബാങ്കുമായി ബന്ധിപ്പിക്കാത്തത്. ഇവയിൽ ഏതെങ്കിലും ഒരു കാരണം പോലും ഗഡു വൈകാൻ ഇടയാകും. അതിനാൽ അടുത്ത ഗഡു വരും വരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും പരിശോധിക്കുന്നത് സുരക്ഷിതമായ നടപടിയാണ്. ഇപ്പോൾ ഒരു പ്രധാന ചെക്ക് ലിസ്റ്റ് ആണ്. ഒന്നാമത് KYC പൂർത്തിയാക്കുക, രണ്ടാമത് ബാങ്ക് വിവരങ്ങൾ ശരിയാണോ പരിശോധിക്കുക, മൂന്നാമത് ആധാർ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക, നാലാമത് ആവശ്യമായിടത്ത് ഫാർമർ ID സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കുക, അഞ്ചാമത് ഭൂമിയുടെ രേഖകളിൽ പ്രശ്നമില്ല എന്ന് ഉറപ്പാക്കുക, ആറാമത് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക. ഈ കാര്യങ്ങൾ ചെയ്താൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ സഹായിക്കും. രാജ്യത്തുടനീളമുള്ള കർഷകർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് PM കിസാൻ 24ാം ഗഡു എപ്പോൾ ലഭിക്കുമെന്നുള്ള കാര്യം. ഇപ്പോൾ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 24ാം ഗഡുവിന്റെ കൃത്യമായ തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മുൻകാല ഗഡുക്കൾ വിതരണം ചെയ്ത രീതിയെ അടിസ്ഥാനമാക്കി ചില മാധ്യമ റിപ്പോർട്ടുകളിലും പൊതുവായ വിലയിരുത്തലുകളിലും അടുത്ത ഗഡു ഒക്ടോബർ 2026 മാസത്തോടനുബന്ധിച്ച് എത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് ഔദ്യോഗിക പ്രഖ്യാപനമല്ല, മുൻകാല വിതരണ രീതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാധ്യത വിലയിരുത്തൽ മാത്രമാണ്. അതിനാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ തീയതി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ആശ്രയിക്കുക. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, അടുത്ത 2000 രൂപ ഗഡു പല യൂട്യൂബ് ചാനലുകളും പല ഫേസ്ബുക്ക് പോസ്റ്റുകളും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അടുത്ത ഗഡു 4000 രൂപ ഒരുമിച്ച് എന്നുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അടുപ്പിച്ച് ഈ 4000 രൂപ വന്നു എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഗഡു 2000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ KYC നിർബന്ധമായും പൂർത്തിയാക്കണം. അതുപോലെ ബാങ്ക് വിവരങ്ങൾ, ആധാർ ലിങ്കിങ്, ആവശ്യമായ രേഖകൾ എന്നിവ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. ചെറിയ അശ്രദ്ധ പോലും ഗഡു വൈകാൻ കാരണമായേക്കാം. ഈ തുക പല കർഷകനും വളം വാങ്ങാനും ചെറിയ ചിലവുകൾക്ക് പോലും ഇത് വളരെയധികം സഹായമാകുന്ന ഒരു തുകയാണ്. PM കിസാൻ കർഷക പദ്ധതി, അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതി, പെൻഷൻ വാർത്ത, ഇങ്ങനെയുള്ള പുതിയ വാർത്തകൾ ലഭിക്കാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.